നമസ്കാരം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോന്നിയിൽ തന്നെയാണ്, കോന്നി ഏലേറക്കലാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്വാമിയെ കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. നിർത്തിയപ്പോൾ അവർ വർഷങ്ങളായിട്ട്, ഇപ്പം 3 വർഷമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ കാണുന്നുണ്ട്. അപ്പം ഒരു നായ ഇവരുടെ കൂടെ ഉണ്ട്. ആ നായയും അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് ഇതാണ്ട് ഈ ഒരു ചെറിയ ഉന്തുവണ്ടിയിലാണ് ഇവർ തമിഴ്നാട് പുതുക്കോട്ട, അതെ പുതുക്കോട്ട മാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവർ ഈ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ടാണ് ശബരിമല അയ്യപ്പനെ കാണാനായിട്ട് കാൽനടയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാർ ഉള്ള ഭക്തന്മാരുടെ ഭക്തി അത് നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ നമ്മളെപ്പോലുള്ള പല അയ്യപ്പന്മാർക്കും ഒരു പക്ഷേ അത് മനസ്സിലാവണമെന്നില്ല. അവരത്രത്തോളം ഭക്തിയോടുകൂടിയാണ് ശബരിമല അയ്യപ്പനെ കാണാനായിട്ട് യാത്ര ചെയ്യുന്നത്. അവർ 10 വർഷത്തോളമായി പാണ്ഡ്യ എന്ന പേരുള്ള ഇദ്ദേഹത്തിൻ്റെ മകനോടൊപ്പമാണ് ഇദ്ദേഹം ശബരിമലയ്ക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നത്. 3 വർഷമായിട്ട് ഈ നായ ഇവരോടൊപ്പമുണ്ട്. ഈ കുട്ടിക്ക് കൊച്ചുനാളിൽ ശബ്ദമില്ലായിരുന്നു. ശബരിമല പമ്പയിലെത്തിയതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ശബ്ദം വെച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പുതുക്കോട്ട മാവട്ടം കട്ടുമാവടി. എന്താ இந்த மாதிரி വണ്ടി കൊണ്ട് വരുന്നേ? ശബരിമലക്ക് പോവാ. എന്നാ ഇറങ്ങി? കാർത്തിക 5-ാം തീയതി. കാർത്തികை 5-ാം തീയതി தமிழுக்கு. ഓ തമിഴുക്ക്. ഇംഗ്ലീഷ് വന്ന് 20 ഇംഗ്ലീഷ് 20. ഓ ശരി. ഈ നായ അങ്ങ് വരെ സന്നിധാനം വരെ വരും. അവിടുന്ന് വരുന്നോ? ஊர்ல இருந்து இதோட 3வது வருஷம். அதுக்கு 3வது வருஷம் எங்க பெருமாளுக்கு. பாண்டிக்கு வந்து 10வது வருஷம் இது. மோன என் மகன் மகனா? ஓ சரி. அவனுக்காக தான் இந்த ஐயனை நான் தூக்கி சமைக்கிறேன். ரொம்ப நாளாக குழந்தை இல்லாமல் இருந்து சிமிச்சவன். அதுவும் இல்லாமல் பிறந்த 7ஆம் நாள் அவங்க அம்மா சரணம் அடைஞ்சது. அவன் செத்துட்டான்னு சொல்லிட்டு ஆஸ்பத்திரியிலலாம் தூக்கி போட்டுட்டாங்க ஐஸ் பெட்டிக்குள்ளே. அவனை கொண்டுட்டு போய் பம்பை கரையில் போட்டு பம்பையில் தான் அவனுக்கு எல்லாமே வந்தது. உயிர் வந்ததே பம்பை தான். പമ്പ വന്നതിന് ശേഷമാ? ഓ ശരി. ശബ്ദം ഇല്ലായിരുന്നു? എങ്ങനെയായിരുന്നു? ശബ്ദം ഇല്ലായിരുന്നു. വാർത്ത എതുമേ കിടயாது. ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു. அந்த அளவுக்கு இருந்தவன் இன்னைக்கு நல்லபடியாக இருக்கான். ഓ ശരി. പമ്പ വന്നതിന് ശേഷമാണ് അല്ലേ? 10 വർഷം കൊണ്ട് അതുകൊണ്ട് വരുന്നുണ്ട്. ഓ ശരി. ഇതാ തമ്പി അല്ലേ? തമ്പി ഉങ്ക പേരെന്നെ? പാണ്ടി. ഓ സ്കൂളിൽ പോകുന്നില്ല? സ്കൂളിൽ പോകുന്നില്ല. ஸ்கூலு 8வது வரைக்கும் தான் படிச்சிருக்கேன். இப்போ 8வது வரை. அதுக்கு மேலே படிப்பு வரல. அந்த தாயோட இது விட்டது ஒரு இதாகி. ഓ ശരി. ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? நான் கூலி வேலை தான் பார்க்க. കൂലി വേലയ്ക്ക് പോകും. അപ്പോൾ പാണ്ടി ஒரு நாளைக்கு எனக்கு வந்து 200 கிடைக்கும், 300 கிடைக்கும். அதை வச்சு தான் நாங்களும் சாப்பிட்டுக்கோம். ஐயனுக்கும் உள்ள வழிபாடு பண்ணிக்கிட்டு. ഓ ശരി. அதை செஞ்சுக்கிட்டு தான் வந்துக்கிட்டு இருக்கேன். മൊബൈൽ ഉണ്ടോ? മൊബൈലില്ലേ? മൊബൈലും ഉണ്ട്. എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? ഇതിനകത്തുണ്ടോ? ബാറ്ററി ഉണ്ടോ? ബാറ്ററി ഉണ്ട്. ഇത് ലൈറ്റ് ഒക്കെ കത്തിക്കാൻ അല്ലേ? നമ്മ ലൈറ്റിന് വേണ്ടി തന്നെ ബാറ്ററി. അപ്പോൾ രാത്രിയിലൊക്കെ എവിടെ കിടക്കുമോ? റോഡ് സൈഡിൽ எதுவும் ஸ்தலம் இருந்தால் ஸ்தலத்தில் தங்குவேன். அப்படி இல்லைன்னா ஏதாவது கடைகளில் ഇടത്താവളം വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കിടക്കും അല്ലേ? ഇനിയപ്പം മകരോടൊക്കെ കഴിഞ്ഞാൽ പോകത്തുള്ളൂ? മകരോടൊക്കെ വരെ അവിടെ ആയിരിക്കും. എത്ര ദിവസം എടുക്കും അവിടെ എത്തിയാൽ? 5 നാളായി. 5 നാൾ വേണ്ടിയല്ലോ. എൻ്റെ പേരെന്നെ? ആൻറ്റി. അമ്മ അയ്യപ്പനെ കാണാൻ പോന്നോ ആൻറ്റി? കേൾക്കുறாங்கல்ல, ஓடிக்கிட்டு இருக்கு. അയ്യപ്പനെ കാണാൻ പോന്നോ? അല്ല എല്ലാ വർഷം പോവും ഇല്ലയോ? வாயை திறந்துக்கல.